Good morning, all. Good morning, ma'am. 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 Prayer Good പറഞ്ഞോ കേട്ടോ. morning. Good morning, all. Prayer പറഞ്ഞോ. എൻ്റെ പേര് നൂരിഷ. ഞാനാണിന്ന് പ്രയർ ചൊല്ലുന്നത്. ഇന്ന് നവംബർ 14 നമുക്ക് ശിശുദിനം നമ്മൾ ആചരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേദിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു ടീച്ചർ. ഇന്ന് ചിൽഡ്രൻസ് ഡേയുടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? സ്പീച്ച് ഉണ്ട്. ക്ലിയർ ആയില്ലടോ, ഒന്ന് റിപ്പീറ്റ് പറയാമോ? സ്പീച്ച് ഉണ്ട് മാം. സ്പീച്ച് ഉണ്ട്. ഓക്കെ, കണ്ടക്ട് ചെയ്തോട്ടോ. സൈനിങ്ങും തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തോട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് ബിൻഷ. ഞാനാണ് ഇന്ന് സൈൻ ചെയ്യുന്നത്. ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന അപർണ ടീച്ചറിനെയും അതുപോലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. കോർഡിനേറ്റർ ആരെങ്കിലും ഉണ്ടോ പ്രോഗ്രാമിന്റെ? കോർഡിനേറ്റർ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു മാം. കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, കണ്ടില്ല ഇതുവരെ. ആണോ? തോട്ട്സ് പറയാനുള്ളൊരു പറഞ്ഞോ. മാം, എൻ്റെ പേര് രേവതി. ഞാൻ തോട്ട് ഓഫ് ദി ഡേ പറയണം. പിന്നെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് കുട്ടികളുടെ ഇതിൽ തുടങ്ങാം. ഇന്നത്തെ കുരുന്നുകൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും. നമ്മൾ അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കും. ജവഹർലാൽ നെഹ്റു. വിജയിക്കാൻ ഞാനെടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിസിയ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ശിശുദിനത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനാണ്. ഇന്ന് നവംബർ 14 ശിശുദിനം. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത്. കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നും ചാച്ചാ നെഹ്റു എന്നും സ്നേഹത്തോടെ വിളിച്ചിരുന്നു. കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ വളർത്തുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി. ചാച്ചാജി എപ്പോഴും പറയുമായിരുന്നു. കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വിവിധ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹവും കരുത്തും നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ശിശുദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി.
നാളെയുടെ നല്ല പൗരന്മാരായി വളരാൻ എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? നോ മാം. ഇല്ല ഇല്ല. ഇല്ല. ഓക്കേടാ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. യെസ്. യെസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് എന്ന് തോന്നുന്നു അല്ലെ? കുറച്ച് പറഞ്ഞു. കുറിച്ചിട്ട് നോക്കി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് റീഡ് ഒക്കെ ചെയ്ത് നോക്കിയോ ചാപ്റ്റർ? യെസ് മാം, നോക്കിയായിരുന്നു. പേജ് നമ്പർ 16 ആണ്. ഷെയർ ചെയ്യാട്ടോ. മെയിനായിട്ട് എത്ര ടൈപ്സ് ഓഫ് ഡിസീസ് ആണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്? എത്ര ടൈപ്സ് ഓഫ് ഡിസീസിനെ കുറിച്ചിട്ടാണ്? 2 types. ഏതൊക്കെയാണ് പേര്? അതിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിന്ന് ഓർമ്മയുണ്ടോ? ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, സർബത്ത് വരെ പറഞ്ഞു. അനിമൽസ് ആൻഡ് അതർ, അതുവരെ തുടക്കം. വരും. ഓക്കെ. അപ്പോ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന രീതികളാണ് ഫുഡ് ഐറ്റംസ്, എയർ, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്. സോ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും മ്യൂട്ട് ആവാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അത് ചെറിയ ഡിസ്റ്റർബൻസ് വരും, എനിക്കും വരും, കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ മ്യൂട്ട് ആണോ എന്നുള്ളത്. അതേപോലെ തന്നെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മ്യൂട്ട് ഓൺ ചെയ്താൽ മതി. അപ്പൊ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇന്ന കുട്ടി മ്യൂട്ട് മാറ്റി നിങ്ങളെ കുറച്ചും കൂടി ഇതെടുത്ത് കാണിക്കും. ഓക്കെ, മ്യൂട്ട് മാറ്റുമ്പോ എനിക്ക് അറിയാനും പറ്റും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റിയിട്ട് ചോദിച്ചു. അല്ലാത്ത സമയത്ത് എല്ലാവരും മ്യൂട്ടായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോ ഫുഡ് ഐറ്റംസിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, എയറിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡ്രിങ്ക്സ് ലൈക്ക് നമ്മൾ കുടിക്കുന്ന ഓപ്പൺ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ചായ, കോഫി, പിന്നെ സർബത്ത്, പിന്നെ ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അധികം റേറ്റ് കുറവിനൊക്കെ ഇന്ന് കോമൺലി കാണുന്നുണ്ട് അല്ലെ? ഇപ്പം കൂടുതലായിട്ടും ജ്യൂസുകൾ അധികം പൈസ കുറവിന് കൊടുക്കുന്നത്, പൈസ വളരെ കുറവിനൊക്കെ ജ്യൂസ് കൊടുക്കുന്നില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എന്ത് കഴിക്കരുത്? വെള്ളവും ഒന്നും കഴിക്കരുത്. കാരണം നമ്മൾ അത് കണ്ടാമിനേറ്റഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം മലിനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയൊന്നും ഉണ്ടാവില്ല. മേ ബി ഓപ്പൺ പ്ലേസിൽ അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ള അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത്. അവര് അങ്ങനെയാണെങ്കിൽ അതിൽ ഡസ്റ്റും ഡേർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ വന്നിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ ആ ഒരു കട ചിലപ്പോൾ പെട്ടിക്കടയായിരിക്കും അല്ലെ? ആ കട കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നല്ല പൊടിയും കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി ആ പൊടിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൂടി വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ചായയിലും അതേപോലെ പ്രോപ്പർ ആയിട്ടായിരിക്കില്ല അവർ എന്ത് ചെയ്യുന്നത്, ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്നത്. നമ്മളൊക്കെ വീട്ടിൽ ഗ്ലാസ് നല്ല രീതിയിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അത് എടുത്ത് വെക്കുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ആ ഗ്ലാസ് എടുക്കുമ്പോൾ വീണ്ടും വാഷ് ചെയ്തിട്ടായിരിക്കും അതിൽ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നത്. പക്ഷെ അവിടെ ഒട്ടും വൃത്തി ഉണ്ടാവാറില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിലാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ വൃത്തിയിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ അപൂർവമാണ്. അപ്പോ പല ടൈപ്പ് അസുഖങ്ങൾ അതിലൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ, കാരണം വെച്ചാൽ മലിനപ്പെട്ട ജലത്തിലൂടെ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ
ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ഇതിലൂടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മള് എന്ത് ചെയ്യാം, പുറത്തേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും കുട്ടികൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം. ഈ പുറത്തുനിന്നുള്ള വെള്ളം, ജ്യൂസ്, സർബത്ത്, പിന്നെ കോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഈ കുട്ടികൾ വാശി പിടിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് വീട്ടിൽ തനിയെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഷേക്ക് ഒക്കെ നമുക്ക് തന്നെ വീട്ടില് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മളിപ്പോ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ നമ്മൾ വേറെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ ഐസ് ക്യൂബുകൾ വരും അല്ലെ. ചിലപ്പോൾ കടയിൽ നിന്ന് തന്നെ ഐസ് ക്യൂബ് ഇടും. അത് നമുക്ക് വിശ്വസിച്ചിട്ട് പറയാൻ പറ്റില്ല അത് നല്ല വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ബൾക്കായിട്ടൊക്കെ ഐസ് ക്യൂബ് വാങ്ങിക്കാൻ കിട്ടും അല്ലെ. അതെല്ലാം നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. കാരണം മേ ബി കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമ്മൾ കുറച്ചും കൂടി ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തവരാണ്. നമ്മളിപ്പോ ശീലമായിരിക്കും, ചിലപ്പോൾ അവർക്ക് തീ കുടിച്ച് നമ്മൾ ശീലമായിട്ടുണ്ടാവും. നമുക്ക് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് അത് എൻ്റർ ആവുമ്പോൾ ഡേറ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ എൻ്റർ ആവണേ, കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. മേ ബി അത് അവനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. The market tea, coffee, sorbets sold in open. These are contained by dust and dead particles. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ടീ, കോഫി, സർബത്ത് ഒക്കെ വിൽക്കുന്നതിലൂടെ സോൾവ് ചെയ്യുമ്പോൾ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡസ്റ്റും അതർ ഡെഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഇതിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. Dysentery, cholera, fever, typhoid, etc. are the disease which spread through the medium. എന്നുവെച്ചാൽ ഈ മീഡിയം വഴി സ്പ്രെഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള അസുഖങ്ങളാണ് ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ്. ഈ അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ആ പേര് മാത്രം ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് അല്ലെ. ഈ കുട്ടികളെല്ലാവരും അവരുടെ ഹാൻഡ്സ്, നമ്മൾ ചെറിയ കുട്ടികളുടെ കൈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നെയിലിന്റെ ഒക്കെ ഇതില് ചിലപ്പോ എന്താണ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കാനും അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ അത് വിട്, പുറത്ത് കുട്ടികളെ കളിക്കാൻ വിട്ടെന്ന് വിചാരിക്കും. കളിക്കാൻ വിട്ട് വരുമ്പോഴേക്കും അവരുടെ കോലം എങ്ങനെയായിരിക്കും, ഫുള്ളും ചെളിയിൽ എന്തോ മഡില് കുളിച്ച് പോലെ മൊത്തം അഴുക്കായിരിക്കും ബോഡി മൊത്തം. ഒരു കാരണവശാലും അവരോട് വീട്ടിൽ എൻ്റർ ചെയ്യാനേ പാടില്ല. ശരിക്കും പറഞ്ഞാല് പുറത്ത് നിർത്തി നല്ല രീതിയിൽ ഹാൻഡൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അവരെ ബാത്ത് ചെയ്യിപ്പിച്ചിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. കാരണം അല്ലാത്ത പക്ഷം ഇപ്പൊ ജസ്റ്റ് അവർ കൈ കഴുകിയിട്ടുണ്ടാവും, ആരുടെ കൈ വൃത്തിയാണെന്ന് പറഞ്ഞ് കൈ ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് മണ്ണിലുണ്ട്. അത് നമ്മുടെ കയ്യിലൂടെ എവിടേക്ക് എൻ്റർ ആവും, നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിലും ആ മുറിവിലൂടെ ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും. അപ്പൊ ചെറിയ മുറിവാണെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യാം, ബാൻഡേജ് ചെയ്യുക, നല്ല രീതിയിൽ അത് വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ബാൻഡേജിനൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ പണ്ട് നമ്മളൊരു പരസ്യം കണ്ടിട്ടുണ്ടോ? ഏതാണ്? ലൈഫ് ബോയുടെ പരസ്യമാണേ. ലൈഫ് ബോയുടെ ഒരു പരസ്യം, കഴുകിക്കോ കഴുകിക്കോ എന്നും പറഞ്ഞിട്ടൊരു കുഞ്ഞു കൊച്ച് നമുക്ക് ഹാൻഡ് നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നു. ഇങ്ങനെ ഹാൻഡ് വാഷിങ്ങിന് ഓരോ ഇതുണ്ടല്ലോ, സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവൻ കൈ വാഷ് ചെയ്യാണ്. അപ്പൊ നോക്കുമ്പോ അവൻ വാഷ് ചെയ്തിട്ട് 2 മിനിറ്റ് എടുത്ത്. ബാക്കി ക്യൂ നിന്ന എല്ലാ കുട്ടികളും നമ്മുടെ എന്താ പറയാ ലിക്വിഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്ത് വാഷ് ചെയ്തപ്പോ വേഗം എല്ലാവരും കൈ വാഷായി. പക്ഷേ കോവിഡിന്റെ സമയത്ത്, കോവിഡ് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ അനുസരിച്ച് എങ്ങനെയാണ് കൈ വാഷ് ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് 2 മിനിറ്റ്സ് ആണ് നമ്മൾ കൈ വാഷ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് അവൻ പറഞ്ഞതായിരുന്നു ശരി. അത്രയും നാള് അവൻ എന്തിനാണ് അത്രയും നേരം കൈ വാഷ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചപ്പോഴും അവനായിരുന്നു റൈറ്റ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വരേണ്ടി വന്നു, കോവിഡ് വരേണ്ടി വന്നു അല്ലേ. തോന്നിയില്ലേ? എനിക്ക് തോന്നിയൊരു എക്സാമ്പിൾ ആണ്. അവൻ പറഞ്ഞത് അന്നാണ് ഞാനും ആലോചിച്ചു, അയ്യോ പാവം വെച്ച് അവൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല. ജസ്റ്റ് ഒരു പരസ്യമാണ്, എന്നാലും എല്ലാവരും ട്രോൾ ചെയ്യണ്ടായിരുന്നു അവൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ ഹാൻഡ് മുഖേന എൻ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ വീട്ടില് എന്റെ കോവിഡിന്റെ സമയത്ത് എന്റെ മോൾ ചെറുതായിരുന്നു കേട്ടോ.
അപ്പൊ ഞാൻ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, വീട്ടിന് പുറത്ത് എന്ത് വെച്ചിട്ടുണ്ട്, സാനിറ്റൈസർ ഒക്കെ അടിച്ചിട്ടുണ്ടാവും, എന്നാലും ഹാൻഡ് വാഷ് ഉണ്ടാവും. ഹാൻഡ് വാഷ് ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വീടിന്റെ അകത്ത് ചെന്നിട്ട് ഞാൻ ബാത്തൊക്കെ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ എടുത്തിരുന്നത്. കാരണം കുട്ടികൾക്ക് വരാൻ പാടില്ലല്ലോ, ഈ കോവിഡ് പോലുള്ള അസുഖങ്ങളൊന്നും കുട്ടികൾ വരാൻ പാടില്ല. പിന്നെ കുറച്ച് പ്രിക്കോഷൻസ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ വർക്കും കാര്യങ്ങൾക്ക് പോവാതിരിക്കാനും പറ്റൂല. പക്ഷെ നമുക്ക് കുട്ടീനെയും ഹാൻഡിൽ ചെയ്യണം. ആ സമയത്ത് കുറച്ച് കൂടുതൽ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോ നമ്മളൊക്കെ എല്ലാവരും അങ്ങനെയായിരിക്കും അല്ലെ. കോവിഡ് ഒക്കെ വന്ന സമയത്ത് വീട്ടിന്റെ പുറത്ത് എന്താണ് ഹാൻഡ് വാഷിന്റെ ലിക്വിഡ് ഇരിക്കുന്നു, വെള്ളം വെച്ചിരിക്കുന്നു, കപ്പ് വെച്ചിരിക്കുന്നു, സാനിറ്റൈസർ കൊണ്ടു നടക്കുന്നു, മാസ്ക് വയ്ക്കുന്നു. ഇന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സാനിറ്റൈസറോ ഹാൻഡ് വാഷ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്തു, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ എന്താ പറയാ ലിക്വിഡ് ഒക്കെ യൂസ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്യും അല്ലെ. ആ സ്മെല്ലൊക്കെ പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യമാണ് ഏറ്റവും ഫസ്റ്റ് ആണ് നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കാരണവശാലും ഈ ഡെഡ് പാർട്ടിക്കിൾസ് എൻ്റർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് വാഷ് ചെയ്യാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുന്ന മറ്റൊരു ശീലമാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മൾ ഹാൻഡ് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം എന്നുള്ളത്. ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ അവരെ നമ്മളത് പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ അവരത് മുതിർന്നു കഴിഞ്ഞാലും അത് തന്നെ ഫോളോ ചെയ്യും. നമുക്കറിയാലോ, നമ്മൾ പറയില്ലേ ചുട്ടയിലെ ശീലം ചുടല വരെയാണെന്ന് തമാശക്ക് പറയും. കോമഡി ഇത് പറയില്ലേ പഴഞ്ചൊല്ലായിട്ട്. നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ ശീലിക്കുന്നത് അത് ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്നത്. നമുക്ക് ആ ശീലം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. സോ നമ്മളപ്പോ പ്രോപ്പർ ആയിട്ട് കുട്ടികളെ എന്ത് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് ഹാബിറ്റ് പഠിപ്പിക്കുക. എപ്പോഴൊക്കെയാണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ശേഷവും, ഇനി എന്തെങ്കിലും ഗെയിമോ പ്ലേയിലോ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷവും, പിന്നെന്താണ് ടോയ്ലറ്റിൽ പോയതിനു ശേഷം അവരോട് എന്താ പറയുക നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോ ചെറുപ്പത്തിലേ മുതൽ അവരെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവര് എന്താണ് മുതിർന്നു കഴിഞ്ഞാലും അതേ ശീലം ഫോളോ ചെയ്തോളും. നമുക്ക് നോക്കാം ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സിനെ കുറിച്ചിട്ട്. Children should be trained to wash their hands and feet constantly, especially after any travel or sports. പുറത്തൊക്കെ പോയതിനു ശേഷം അതേപോലെ തന്നെ സ്പോർട്സിനൊക്കെ ശേഷം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡും ഫീറ്റും ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. There are thousands of germs in soil. നമ്മൾ കാണാത്ത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത thousands of germs എവിടെയുണ്ട്, സോയിലുണ്ട്. After playing with the soil, children may take food without washing their hands properly. ഇപ്പൊ മണ്ണിലൊക്കെ കളിച്ചതിന് ശേഷം അവർ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഒന്നും വാഷ് ചെയ്യാണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ കയ്യിലുള്ള ജേംസും കാര്യങ്ങളും എവിടേക്ക് എൻട്രാവും, ബോഡിയിലേക്ക് എൻട്രാവും. സോ അത് അസുഖങ്ങൾ വരാനായിട്ട് കാരണമാവും. Thus the germs gets into the body and bring disease. അങ്ങനെ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്ര ആവുകയാണെങ്കിൽ നമുക്ക് പലതരം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. Disease like polio, dysentery and tetanus etc transmitted this way. അപ്പോ ഈ പറഞ്ഞ അസുഖങ്ങള് പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലെ, പോളിയോ വാക്സിനെ കുറിച്ച് എങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഡിസെൻട്രി നമുക്ക് അബ്നോർമൽ ആൻഡ് ലൂസ് മോഷൻ ആണ്. ടെറ്റനസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എക്സെട്ര ഈ 3 അസുഖങ്ങളാണ് ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് മുഖേന സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ ഓരോ ഡിസീസിനെ കുറിച്ചിട്ടും കോമൺ ആയിട്ട് കുട്ടികൾ കണ്ടുവരുന്ന 10 ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ട്, എന്നാലും നമ്മൾ കോമൺ ആയിട്ട് കുട്ടികൾ കണ്ടുവരുന്ന 10 ഡിസീസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി, നേരത്തെ എടുത്ത പോർഷനില്ലേ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന പോർഷനും റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൻവർ ആ ഒരു ഇത് മ്യൂട്ടല്ല കേട്ടാ, നിങ്ങൾ ഡൗട്ട് ചോദിച്ചാണോ? അറിയാണ്ട് മ്യൂട്ട് ആയതായിരിക്കും, മ്യൂട്ട് ഓൺ ആയതായിരിക്കും അല്ലെ, കുഴപ്പമില്ല.
ക്ലിയർ ആണോ ടോപ്പിക്? സ്പീഡ് കൂടുതലാണോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് വൂഫിംഗ് കഫ് എന്ന് പറയുന്ന അസുഖമാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വില്ലൻ ചുമ. കേട്ടിട്ടുണ്ടോ? വൂഫിംഗ് കഫ്. വൂഫിംഗ് കഫിന് കേട്ടിട്ടുണ്ട്. ഓക്കെ, വൂഫിംഗ് കഫിന് നമ്മൾ 2 പേരുകൾ പറയുന്നുണ്ട്. 100 days ഓഫ് കഫ്. എന്താണ് 100 days ഓഫ് കഫ് എന്ന് വെച്ചാല് വൂഫിംഗ് കഫ് വന്നു കഴിഞ്ഞാല് എന്താണ്, അത് കഫ് മാറാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. 100 days ഓഫ് കഫും അതേപോലെ കഫ് ഓഫ് 100 days സെയിം തന്നെയാണ് കേട്ടോ. കഫ് ഓഫ് 100 days ആണ് രണ്ടായിട്ട് പറയാറുണ്ട്. മറ്റൊരു പേരും കൂടി ഉണ്ട് വൂഫിംഗ് കഫിന്റെ. മറ്റൊരു പേരാണ് പെർട്യൂസിസ്. പെർട്യൂസിസ്. TERTUSSIS. ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മെസ്സേജിൽ ഇൻബോക്സിൽ പോയി നോക്കിയാൽ മതി. അപ്പൊ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ വൂഫിംഗ് കഫിന്റെ 3 നെയിംസ് നമ്മൾ പഠിച്ചു. 100 days ഓഫ് കഫ്, കഫ് ഓഫ് 100 days ആൻഡ് പെർട്യൂസിസ്. ഇതൊരു ഹൈലി കണ്ടാജിനിയസ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയയുടെ പേരാണ് റോഡെൽറ്റ പെർട്യൂസിസ്. മിസ്സേ ആ മൂന്നാമത്തെ പേരൊന്നുകൂടി പറഞ്ഞേ മിസ്സേ. പെർട്യൂസിസ്. എന്താ മിസ്സേ കേട്ടില്ല? പെർട്യൂസിസ്. സ്പെല്ലിംഗ് ഒന്ന് പറയോ? ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടടാ. PERTUSSIS. ഓക്കെ മിസ്സേ. പെർട്യൂസിസ്. കാണാൻ പറ്റുന്നുണ്ടോ സ്പെല്ലിംഗ്? ഓക്കെ ഓക്കെ. പറ്റുന്നുണ്ട്. ഇനി ബാക്ടീരിയയുടെ പേരാണ് പറയാൻ പോകുന്നത് കേട്ടോ. ആ പെർക്യൂസിന്റെ മീനിങ് എന്താ മാം? പെർട്യൂസിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ പേരാണ്. ഈ ഒരു അസുഖം വൂഫിംഗ് കഫ് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് പെർട്യൂസിസ്. അതിന്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാല് മലയാളത്തിൽ നമ്മൾ അതിനെ വില്ലൻ ചുമ എന്ന് പറയും. ഒരു പേരല്ലേ അത്? മനസ്സിലായോ? അതൊരു പേരാണ്, അങ്ങനെ തന്നെ പഠിക്കണം. മീനിങ് ഒന്നുമില്ല. വില്ലൻ ചുമേനെയാണ് പെർട്യൂസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി ബാക്ടീരിയയുടെ പേരാണ്. ബാക്ടീരിയയുടെ പേര് ബ്രോഡെൽറ്റ പെർട്യൂസിസ് ആണ്. BROTELTA. ബ്രോഡെൽറ്റ പെർട്യൂസിസ്. PERTUSSIS. റോഡെൽറ്റ പെർട്യൂസിസ്. അതും ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ബാക്ടീരിയയുടെ നെയിം കോസ്ഡ് ബൈ ഇന്ന ബാക്ടീരിയ ആണ് പെർട്യൂസിസ് വരുത്തുന്നത്. ഈ റോഡെൽറ്റ പെർട്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തോ. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് വില്ല് പോലെ വളയും എന്നാണ് പറയുന്നത്. ബ്രോഡെൽറ്റ പെർട്യൂസിസ് അല്ലെങ്കിൽ പെർട്യൂസിസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് ഒട്ടും നമുക്ക് പറ്റില്ല. ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് വില്ല് പോലെ എന്താണ് ഇങ്ങനെ വളയും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അസുഖത്തിനെ എന്ത് പറയുന്നത്, വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ പറയണേ. ജസ്റ്റ് പറഞ്ഞതാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കൂടുതലും അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസും മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലുള്ള ഒരു അസുഖമാണ് ഏത്? പെർട്യൂസിസ് എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടികളിലാണ് വരുന്നതെങ്കിൽ മേ ബി എന്താണ് ഭയങ്കര ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡിസീസ് ആണ്. മേ ബി ഈവൻ ഡെത്ത് വരെയും ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു അസുഖമാണ് വൂഫിംഗ് കഫ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ചുമച്ച് നമുക്ക് ശ്വാസം കിട്ടാണ്ടായിട്ടായിരിക്കും മരണം കൂടുതലും സംഭവിക്കാറ്. അപ്പോ ശ്രദ്ധിക്കണം. അതേപോലെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വൂഫിംഗ് കഫ് ഉണ്ടെങ്കിൽ ആ കുട്ടി ചുമയ്ക്കുമ്പോ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്.
ആ ഡ്രോപ്ലെറ്റ്സ് ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള വ്യക്തിയുടെ ശരീരത്തിലേക്കായിരിക്കും എൻ്റർ ചെയ്യുന്നത്. നമുക്കറിയാം ഇമ്മ്യൂണിറ്റി കുറവ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. സോ കുട്ടികളുടെ ശരീരത്തിലേക്ക് അത് ഈസിലി എന്താവും, എൻ്റർ ആവും. പിന്നെ ആ കുട്ടീനെ ആ ഒരു എന്താ പറയാ ബാക്ടീരിയ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും, അതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്ട് ചെയ്യും. ചുമച്ച് നമുക്ക് ഒട്ടും പറ്റാതെ വരും. അപ്പോ ശ്രദ്ധിക്കണം, കുട്ടികളിൽ ഭയങ്കരമായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ചുമയും കാര്യങ്ങളും കാണുകയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. മറ്റൊരു ക്ലാസ്സിലേക്കോ ഒഴിഞ്ഞൊരു ക്ലാസ് റൂമിലേക്കോ മാറ്റുക. മറ്റു കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എയർ വേ ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ജനലും വാതിലൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഈ ഒരു എയർ കാര്യങ്ങളൊക്കെ എൻ്റർ ആവുമ്പോൾ എന്താണ്, ഈ ഒരു ഇൻഫെക്ഷനുള്ള ബാക്ടീരിയാസ് എയറിലുള്ളത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യാണ്. ഐസൊലേറ്റ് ചെയ്യാൻ മാത്രമല്ല, ആ കുട്ടിയുടെ ഫാമിലിനോട് കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഈ കുട്ടി വളരെ നല്ല രീതിയിൽ ചുമക്കുന്നുണ്ട്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം കേട്ടോ എന്ന് പറയാ. അവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പറയാ, ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ. അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ തന്നെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടത്. പിന്നെ പെട്ടെന്ന് തന്നെ മാസ്ക് യൂസ് ചെയ്യിപ്പിക്കാം. കാരണം നമുക്കും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ മാസ്ക് കുട്ടിക്ക് കൊടുക്കുക. എന്താ പറയാ, വൂഫിംഗ് കഫ് ആണെന്ന് നമുക്ക് സംശയം തോന്നുന്ന കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മാസ്ക് കൊടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വൂഫിംഗ് കഫിനെതിരെ പണ്ട് നമ്മൾ എടുത്തിരുന്ന വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്, DPT ആയിരുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങള്? DPT വാക്സിൻ ആയിരുന്നു പണ്ട് എടുത്തിരുന്നത്. കേട്ടിട്ടുണ്ടോ? ആ, ഓക്കെ. പക്ഷെ ഇന്ന് അതിൽ മാറ്റമുണ്ട്. ഇപ്പോ കറന്റ്ലി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് 5 അസുഖങ്ങൾക്കുള്ള വാക്സിൻസ് ഒരുമിച്ചാണ്. പെന്റാവാലന്റ് വാക്സിൻ ആണ് ആ വാക്സിനെ പറയുന്നത്. പെന്റാവാലന്റ് വാക്സിൻ. പെന്റാവാലന്റ് വാക്സിൻ ആണത്. പെന്റാവാലന്റ് വാക്സിൻ ആണ് അത്. 5 അസുഖങ്ങൾക്കുള്ള വാക്സിൻ ആണ് ഇപ്പോ കറന്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരുമിച്ചാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. പെന്റാവാലന്റ് വാക്സിൻ ആണ് ഇന്ന് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചാപ്റ്റർ 7 വാക്സിൻസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ടീച്ചർ എടുത്തു തരും കേട്ടോ. ഓക്കെ. പെന്റാവാലന്റ് വാക്സിൻ ആണ് ഇന്ന് നമ്മൾ വൂഫിംഗ് കഫിനെതിരെ, പെർtusisനെതിരെ കൊടുക്കുന്ന വാക്സിൻ എന്ന് നോക്കാം. ഓക്കെ, നോട്ട് ചെയ്തോ ഇത്രയും കാര്യങ്ങള്? വൂഫിംഗ് കഫിന്റെ 3 പേരുകൾ നോട്ട് ചെയ്തു. ഏത് ബാക്ടീരിയ ആണ് വൂഫിംഗ് കഫ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇൻഫെക്റ്റഡ് ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് ഈ അസുഖം സ്പ്രെഡ് ആകുന്നത്. പെന്റാവാലന്റ് വാക്സിൻ ആണ് ഇതിനെതിരെ എടുക്കുന്ന വാക്സിൻ. ഇത്രയും കാര്യങ്ങൾ നോക്കിയോ? സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ ഒരു കുട്ടിക്ക് കണ്ടാജീനിയസ് ഡിസീസ് ആണ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ആ ഒരു എന്താ പറയാ, നമ്മൾ ആ കോണ്ടാക്റ്റിൽ വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആ ചുമയ്ക്കുമ്പോഴോ തുമ്പുമ്പോഴോ വരുന്ന ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഇൻഫെക്റ്റഡ് ഡ്രോപ്ലെറ്റ്സ്, അതിലൂടെ ഈ അസുഖം സ്പ്രെഡ് ആവും. മാം, മുമ്പ് എടുത്തിരുന്ന വാക്സിന്റെ പേരെന്തോന്നാണ് പറഞ്ഞത്? പെന്റാവാലന്റ് വാക്സിൻ. അതിപ്പോ 5 അസുഖങ്ങൾക്ക് ചേർത്തെടുക്കുന്നതല്ലേ പെന്റാവാലൻസ് വാക്സിൻ? മുമ്പ് എടുത്തോണ്ടിരുന്ന നേരത്തെ വാക്സിന്റെ DPT അല്ലെങ്കിൽ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtussis, DPP. പെന്റാവാലന്റ് വാക്സിന്റെ അയച്ചിട്ടുണ്ട് കേട്ടോ. DPP. സ്പ്രെഡ് ആകുന്നതേ ഒരു കുട്ടി ഇപ്പം ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും വരുന്ന അണുക്കളിലൂടെയല്ലേ? അതെ, ഓക്കെ. കോമൺലി ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ് വന്നിരിക്കുന്ന ചാപ്റ്റർ.
DPT വാക്സിൻ ബൂസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, DPT തന്നെയാണ് കേട്ടോ. അസുഖങ്ങളുടെ പേര് പറയുമ്പോ ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടുസിസ് എന്നാ പറയുന്നത്. വാക്സിന്റെ പേര് DPT വാക്സിൻ തന്നെ പറയുന്നത് കേട്ടോ. DPT ട്ടാ, DPT. അത് മുമ്പ് അങ്ങനെ ആ ഒരു വാക്സിൻ ആയിരുന്നു. ഇന്നത് മാറ്റിയിട്ടുണ്ട്. 2023 ശേഷമാണ് തോന്നുന്നത് വാക്സിനേഷൻ ഷെഡ്യൂളിൽ അപ്ഡേഷൻ വന്നപ്പോ 5 അസുഖങ്ങൾ കൂടി ഒരുമിച്ചൊരു വാക്സിൻ ആയിട്ട് മാറി. പെൻഡാവാലന്റ് വാക്സിൻ ആണ് ഇന്ന് നമ്മൾ കറന്റ്ലി കൊടുക്കുന്ന വാക്സിൻ വൂഫിംഗ് കഫിനെതിരെ. ഓക്കെ, അപ്പൊ ചിലപ്പോ 2023 മുമ്പ് ജനിച്ച കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നത് DPT വാക്സിൻ ആയിരിക്കും കേട്ടോ. നമ്മള് ഇമ്മ്യൂണൈസേഷൻ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് ചാർട്ടോ അല്ലെങ്കിൽ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആ ഒരു ബുക്ക്, അതിൽ നോക്കാം നിങ്ങൾക്ക് ഏത് വാക്സിനാണ് കൊടുത്തിരിക്കുന്നത്, DPT ആണോ പെൻഡാവാലന്റ് ആണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ നോക്കുക. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023-24 ആ ഒരു ടൈമിൽ ജനിച്ച കുട്ടികള് ആർക്കെങ്കിലും ഉണ്ടോ? എന്നുവെച്ചാൽ ഇപ്പൊ 2-2.5 വയസ്സുള്ള കുട്ടികള്, 2 വയസ്സ് ഉണ്ട് മിസ്സേ. ഉണ്ട്. ഉണ്ട്. അപ്പൊ അവരുടെ ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ട് ഉണ്ടാവില്ലേ, അതൊന്ന് ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാവോ? ഏറ്റവും ലാസ്റ്റ് പേജിൽ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ഡേറ്റ് എഴുതി പോയില്ലേ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന സമയത്ത്, കണ്ടിട്ടില്ലേ? എടാ കുത്തിവെപ്പിന്റെ ബുക്ക് 3 വയസ്സാണ്. അപ്പൊ 1.5 വയസ്സിനാണ് ലാസ്റ്റ് എടുത്തത്. അത് നോക്കിയിട്ടിടാം. ഓക്കെ, നോക്കിയിട്ടില്ല കേട്ടോ. ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തേക്ക്. കാരണം മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പൊ വാക്സിന് മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിനി വൂഫിംഗ് കഫ് എന്താ നോക്കാം. It affects the children below 5 years of age. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് സാധാരണ മുതിർന്നവർക്ക് വന്ന അത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒരു 100 ദിവസം വരെ നമ്മൾ ചുമച്ചൊക്കെ നടക്കും, ചുമ നോർമലി മാറും. പക്ഷെ ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. നോൺ സ്റ്റോപ്പ് കഫ് കോസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ബ്രീത്ത് ആൻഡ് വോമിറ്റിംഗ് മേ ഒക്കേഴ്സ്. നോൺ സ്റ്റോപ്പ് ആയിട്ട് എന്ത് പറ്റും, കഫ് ആയിരിക്കും സംഭവിക്കുന്നത്. ഭയങ്കര ചുമയും കാര്യങ്ങളായിരിക്കും. മേ ബി ചില കേസിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരും. ചിലവർക്കാണെങ്കിൽ ഭയങ്കര വോമിറ്റിംഗ്, ചുമച്ച് നമ്മൾ കഴിച്ച ഫുഡും കാര്യങ്ങളൊക്കെ വോമിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് വെരി ഇൻഫെക്ഷ്യസ്. ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻസ് ആണ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹെൻസ് ദ ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം, ഷെഡ്യൂൾഡ് ചെയ്യാണ് വേണ്ടത്. മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്താണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, ഒന്ന് എത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞ പോയിന്റ്സും വൂഫിംഗ് കഫും ഇപ്പൊ നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, ഒന്ന് വായിച്ചു നോക്കി. റീഡ് ചെയ്ത് നോക്കിയോ എല്ലാവരും? ഇനി നെക്സ്റ്റ് ഡിസീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ഡിസീസ് ആണ് ഡിഫ്തീരിയ. നിങ്ങൾ ഇമേജ് കാണുന്നില്ലേ, ആ ഒരു ഇമേജ് വായയില് നമ്മുടെ ആൻഡ് വിൻഡ് പൈപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു വൈറ്റ് കളറിലുള്ള ഒരു മെമ്പറൈൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഒരു വൈറ്റ് കളറിലെ മെമ്പറൈൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആദ്യം ചിലപ്പോ തോട്ട് പെയിനും കാര്യങ്ങളായിരിക്കും ആദ്യം നമ്മളോട് കുട്ടി എന്ത് ചെയ്യുന്നത് പറയുന്നത്, തൊണ്ടവേദനയാണ്, ചെറുതായിട്ട് ഇങ്ങനെ വേദന ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഫുഡ് കഴിക്കുമ്പോഴും ബ്രീത്ത് ചെയ്യുമ്പോഴും ഒക്കെ ആ ഒരു ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും വരും. പ്രോപ്പർ റൈറ്റ് ടൈമിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ മേ ബി ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ ഡെത്ത് റേറ്റ് വളരെ കൂടുതലുള്ള ഒരു അസുഖമാണ് ഇത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഈ മെംബ്രെയിൻ നല്ല ഡെവലപ്പ് ആയതിനു ശേഷം അതിൽ നിന്നൊരു ടോക്സിക് ആയിട്ടുള്ള വിഷാംശമുള്ള ഒരു വസ്തു നമ്മുടെ ബോഡിയിലേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അത് അഫക്ട് ചെയ്യും. മേ ബി അത് കാരണം ഇന്റേണൽ ഓർഗൻസ് ഫെയിൽ ആകുന്നത് കാരണം ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ്
നമ്മുടെ കുട്ടികൾ പറയാണ് തൊണ്ടവേദനയാണ്, അയ്യോ എനിക്കിവിടെ പെയിൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. എന്താണ് അവസ്ഥ, എങ്ങാനും ഇതിനൊരു മെംബ്രെയിൻ ഉണ്ടോ. പിന്നെ എല്ലാ കുട്ടികൾക്കും വാക്സിൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഡിഫ്തീരിയ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ വാക്സിൻസ് എടുക്കാത്തവരുടെ കേസിൽ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കണം, കാരണം മേ ബി ഡിഫ്തീരിയ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഈസിലി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോ നമ്മള് ശ്രദ്ധിക്കുക, ഇങ്ങനെ എന്തെങ്കിലും മെംബ്രെയിൻ തോട്ടിലുണ്ടോ എന്ന് ടോർച്ച് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത് ഫ്ലാഷ് ലൈറ്റ് ആയാലും മതി. കുട്ടികൾ തൊണ്ടവേദനയാണ്, പെയിൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്താണ് പ്രശ്നം എന്നൊന്ന് നോക്കുക. അതേപോലെ ചില സമയത്ത് ഡിഫ്തീരിയ ആവണമെന്നില്ല, മേ ബി തോട്ട് ഇൻഫെക്ഷൻ കാരണം ആ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കഫക്കെട്ടൊക്കെ ഉള്ള സമയത്താണ് കുട്ടികൾ പറയും തൊണ്ടവേദന എടുക്കുന്നു എന്നൊക്കെ. നമ്മൾ ജസ്റ്റ് നോക്കാവുന്ന എന്താണെന്നുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതൊന്ന് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു അസുഖത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു പേരുണ്ടായിരുന്നു. 1950കളില് ഈ ഒരു അസുഖം വളരെ കൂടുതലായിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നൊരു പേരുണ്ടിരുന്ന കില്ലർ ഡിസീസ് എന്നാണ്. എന്താ പറഞ്ഞിരുന്നത്? കില്ലർ ഡിസീസ്. കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒന്നും അവൈലബിൾ അല്ല, വാക്സിൻസ് അവൈലബിൾ അല്ല. സോ മരണം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ അസുഖം വന്ന മരണം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസീസിന് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ. വൺ മിനിറ്റ് കേട്ടോ, ടൈപ്പ് ചെയ്യാൻ മതിയായതുകൊണ്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ബാക്ടീരിയം ഇത് ഏത് ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ്. കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ബാക്ടീരിയ ആണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ബാക്ടീരിയയുടെ പേരാണ് ഞാൻ പറഞ്ഞത്, കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ. നമ്മളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് ബാക്ടീരിയയുടെ ഒക്കെ പേര് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വെച്ചാൽ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ അപ്പർ സെഷനിൽ നമ്മൾ ഈ ഒരു മൗത്ത്, വിങ് പൈപ്പ്, ട്രക്കി ആ ഒരു ഭാഗത്താണ് മെയിൻ ആയിട്ട് എന്ത് അഫക്ട് ചെയ്യുന്നത്? ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം അഫക്ട് ചെയ്യുന്നത്. ഇത് ആദ്യം ചുമ തുടങ്ങും, പിന്നെ ഒരു എന്താ പറയാ, മേ ബി പെട്ടെന്ന് ഈസിലി സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അസുഖം വരുന്നതെങ്കിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും ഡെത്ത് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. ഇതിന്റെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 5 to 20% ആണ് ഈ ഒരു അസുഖത്തിന്റെ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ. 100 പേരിൽ അസുഖം വന്നാൽ 20 പേർക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കോവിഡ് പോലും 3.5 താഴെയായിരുന്നു ഡെത്ത് റേറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ്, ആന്റിബയോട്ടിക് ഒക്കെ അവൈലബിൾ ആണ്. കറക്റ്റ് ടൈമിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാനായിട്ട് പറ്റും. വൈറ്റ് കളറിലെ മെംബ്രെയിൻ ആണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ നമ്മുടെ തോട്ടില് ഡെവലപ്പ് ആവുന്നത്. എന്ത് കളറിലെ മെംബ്രെയിൻ ആണ്? വൈറ്റ് കളറിലെ മെംബ്രെയിൻ ആണ് ഡെവലപ്പ് ആകുന്നത്. ഓക്കെ. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ നമ്മളുടെ എന്താ പറയാ, ഡ്രോപ്ലെറ്റ്സ്, ഉമിനീര് അതിലൂടെയാണ് മെയിൻ ആയിട്ട് സ്പ്രെഡ് ആവുന്നത്. തോട്ട് പെയിന്റെ കാര്യം ഓർക്കണം. വൈറ്റ് കളറിലെ മെംബ്രെയിൻ, ആ വൈറ്റ് കളറിലെ പാട പോലുള്ള ഒരു മെംബ്രെയിൻ. സൈസ് ഗ്രാജുവലി അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ടൈം ടു ടൈം അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. ഡിഫിക്കൽട്ട് ടു ഈറ്റ്, ഡ്രിങ്ക്, ബ്രീത്ത്, നമുക്ക് ശ്വസിക്കാനും ഫുഡൊക്കെ കഴിക്കുമ്പോഴും അതേപോലെ തന്നെ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെയിനും കാര്യങ്ങളും ഫീൽ ചെയ്യും. സംടൈംസ് ഇറ്റ് വിൽ സ്പ്രെഡ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി.
നമ്മുടെ ബോഡിയിലേക്ക് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിലൊരു ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് മേ ബി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് മേ ബി ഡെത്ത് വരെ സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു അസുഖമാണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഡിഫ്തീരിയയ്ക്കും വാക്സിൻ അവൈലബിൾ ആണ്. പണ്ട് നമ്മൾ DPT എന്ന് പറയുമ്പോൾ എന്താണ് ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ് അങ്ങനെ 3 അസുഖങ്ങൾക്കായിരുന്നു ഒരുമിച്ച് വാക്സിൻ കൊടുത്തിരുന്നത്. ഇന്നത് പെന്റാവാലന്റ് വാക്സിനോടൊപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പെന്റാവാലന്റ് വാക്സിനിൽ രണ്ടാമത്തെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അസുഖമാണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. പെന്റാവാലന്റ് വാക്സിൻ 5 അസുഖങ്ങൾക്കുള്ള ഒരുമിച്ച് കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ്. അത് ഫസ്റ്റ് വൺ ഈസ് ബൂഫിംഗ് പെർtussis ആണ്. രണ്ടാമത്തത് ഏതാണ് ഡിഫ്തീരിയ ആണ്. ഓക്കെ, നമുക്കൊന്ന് ഡിഫ്തീരിയയെ കുറിച്ച് വായിച്ചാലോ ടെസ്റ്റിലുള്ളത്. ടെസ്റ്റിലേക്ക് നോക്കാം. ദിസ് ഈസ് എ ഡിസീസ് ഓഫ് തോട്ട്, വിൻപൈപ്പ് ആൻഡ് ട്രക്കിയ. നിങ്ങളതൊരു ഫോം ഇട്ട് കൊടുത്തേക്ക് കേട്ടോ, അവിടെ ഫോം ഇല്ല. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് ദിസ് ഡിസീസ് ഇസ് അഫക്ട് തോട്ട്, വിൻപൈപ്പ് ആൻഡ് ട്രക്കിയ. 3 പാർട്സിനെയാണ് മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത്. ദ സിംറ്റംസ് ആർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. നമുക്ക് ഫീവർ ഉണ്ടാവും, അതേപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. എ മെംബ്രെയിൻ ഡെവലപ്പ് ഇൻ ദ തോട്ട്. ഞാനത് ഡിഫ്തീരിയയുടെ ഇമേജ് കാണിച്ചില്ലേ, ഒരു വൈറ്റ് കളറുള്ള മെംബ്രെയിൻ നമ്മുടെ തോട്ടിൽ ഡെവലപ്പ് ചെയ്യും. ഇഫ് മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ എ ഷോർട്ട് പീരീഡ്, നമ്മൾ ഷോർട്ട് പീരീഡിനുള്ളിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലാത്ത വർഷം ദ ചൈൽഡ് മേ ഡൈ ഓഫ് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമച്ച് അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ആ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇറ്റ് അഫക്ട്സ് അതർ ചിൽഡ്രൻസ് ഈസിലി. മറ്റു കുട്ടികളിലേക്കും ഇത് ഈസിലി ആയിട്ട് സ്പ്രെഡ് ആകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഡിഫ്തീരിയ എന്ന് ഞാൻ പറഞ്ഞത് ലെക്ചർ നോട്ട് എഴുതിയെടുക്കാറുണ്ടോ? പറയുന്നതൊക്കെ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടോ? യെസ് മാം. അതും പിന്നെ ഈ നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എന്താണ് ഡിഫ്തീരിയ പരത്തുന്ന ബാക്ടീരിയയുടെ നെയിം ഒന്ന് പറയോ? ക്ലോറീനിയം ബാക്ടീരിയം ഡിഫ്തീരിയ. ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. CORYNEBACTERIUM പിന്നെ ഡിഫ്തീരിയ. ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ടോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കാൻ മാക്സിമം ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കണേ. മുകളിലിട്ട് മെസ്സേജിന് ടോപ്പിലായിട്ട് ഉണ്ട്. വായിച്ചു നോക്കും. മിസ് ഇതിന്റെ ഡെത്ത് റേറ്റ് എത്രയായിരുന്നു പറഞ്ഞേ? 5 to 20% ആടാ. ഇപ്പോ 5 to 20% വെച്ചാല് 100 പേർക്ക് അസുഖം വന്നാൽ 5 മുതൽ 20% വരെ എന്താണ് മരണം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 5 to 20 റേഞ്ച് മാറും, നമ്മളത് പഠിക്കണ്ട. നമ്മളിപ്പോ പറയില്ലേ കോവിഡിനേക്കാളും ഡെത്ത് റേറ്റ് നിപ്പയ്ക്ക് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് ഏതിനാ കൂടുതൽ? ഏതാണ് ഡെത്ത് റേറ്റ് കൂടുതലുള്ള അസുഖം? കോവിഡ് ആണോ നിപ്പയാണോ? നമ്മൾ കോമൺലി കണ്ടൊരു 2 അസുഖങ്ങൾ എടുത്ത് പറയുന്നു എന്നുള്ളൂ കേട്ടോ. ഏത് അസുഖം വന്നാലാണ് കൂടുതലായിട്ട് ചാൻസ്? വന്നാലാണ് അല്ലെ. ഡെത്ത് റേറ്റ് കൂടുതൽ നിപ്പയ്ക്കും, കോവിഡിന് ഡെത്ത് റേറ്റ് അത്രയും ഇല്ല. മിസ് ഡെത്ത് റേറ്റ് 20% എന്നാണോ പറഞ്ഞേ? 5 to 20% ആടാ. ഓക്കെ. ടീന നോക്കാണ്ടോ മെസ്സേജ്? ഓക്കേടാ, കിട്ടി മാം, താങ്ക് യു. മാം, അത് ഉമിനീർ ഗ്രന്ഥിയിലാണോ ഉണ്ടാവുന്നത്? അത് എന്താണ് ഉമിനീർ ഗ്രന്ഥിയിലാണോ ഉണ്ടാവുന്നെന്ന് പറഞ്ഞത്? അത് സലൈവല്ലേ. ഇത് തോട്ട്, വിൻപൈപ്പ്, ട്രക്കിയ ആ ഒരു ഭാഗത്ത് നമ്മുടെ ശ്വാസനാളം, അതേപോലെ ആ ഒരു പാർട്സ് ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ, ഏത് പാർട്സിലാണെന്ന്.
ഡൗട്ട് വരില്ല. One minute. One minute ഷെയർ ചെയ്യാവേ. അതിൽ ട്രക്കിയ എന്നൊക്കെ പറയുന്ന പാർട്സ് കണ്ടോടാ, കാണാൻ പറ്റുന്നുണ്ടോ? ട്രക്കിയ നമ്മുടെ തോട്ട്, പിന്നെ ആ ഒരു ശ്വാസനാളം, പിന്നെ ട്രക്കിയ എന്ന് പറയുന്ന ആ ഒരു ഭാഗം മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു അസുഖം അഫക്ട് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആണോ ടോപ്പിക്കിനെ കുറിച്ചിട്ട്? ക്ലിയർ ആണ്. നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു വാക്സിൻ എടുക്കില്ലേ? ഏത് വാക്സിനകത്ത് അറിയോ? ടെറ്റനസ് അല്ലേ? നമ്മൾ ടി ടി പിന്നെ എപ്പോഴൊക്കെ എടുക്കാറ്? പ്രത്യേകിച്ച് എവിടെ മുറിവുണ്ടെങ്കിലായിരിക്കും എടുക്കാം കൂടുതലായിട്ട് എന്നറിയോ? കാലില് വല്ല ആണിയോ അങ്ങനെയൊക്കെ വല്ലതും കൊള്ളുമ്പോ, ആണി അല്ലെങ്കിൽ കാലിൽ മുറിവ് വരുമ്പോഴാണ് ടി ടി എടുക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ടി ടി എടുക്കുന്നതെന്ന് അറിയാവോ? സെപ്റ്റിക് അടിക്കാതിരിക്കാൻ. സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ജേമാണ്. അത് ശരിക്കും നമ്മളുടെ ഈ മണ്ണില് ഓൾറെഡി ഉള്ളൊരു എന്താണ് ഒരു ജേമാണ് എന്ത് ടെറ്റനസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുന്നത് മുറിവിലൂടെയാണ്. മെയിൻ ആയിട്ട് പറഞ്ഞാൽ മുറിവിലൂടെയാണ് ഇത് ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത്. ഒന്ന് മ്യൂട്ട് ആവാൻ പറ്റും? ഉണ്ട്. വൺ മിനിറ്റ് കേട്ടോ. ചെസ്റ്റ് ഇപ്പൊ കാലുമ മുറിവുണ്ട്. ഈ ടെറ്റനസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഓൾറെഡി നമ്മുടെ മണ്ണിൽ ഉള്ള ഒരു എന്താണ് ബാക്ടീരിയ ആണ്. എന്താ ടെറ്റനസിന്റെ ബാക്ടീരിയ. സോ നമുക്ക് അങ്ങനെ മുറിവുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ നമ്മുടെ മുറിവിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇത് അഫക്ട് ചെയ്യും. സോ നമ്മുടെ മുറിവ് പറ്റുമ്പോ എന്താ പറയാ, ആ ഇത് എന്താ പറയാ, മുറിവില് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയില്ല, ആ മുറിവിലൂടെ
നമുക്ക് ഈ ടെറ്റനസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻറ്റർ ആവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിടിയുടെ വാക്സിൻ എടുക്കുന്നത്, ടെറ്റനസിന്റെ വാക്സിൻ എടുക്കുന്നത്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതലേ നമ്മൾ ഈ വാക്സിനേഷൻ ഷെഡ്യൂളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അമ്മയിലൂടെ ടെറ്റനസിന്റെ വാക്സിൻസ് അമ്മയാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 3 monthsലും 5 monthsലാണ് 2 ഡോസാണ് എടുക്കുന്നത്, ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും അല്ലെ. ഇനി പ്രഗ്നൻസി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമ്മളൊരു ബൂസ്റ്റർ ഡോസ് എടുക്കാറ്, 3 monthsൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കും, അങ്ങനെയല്ലേ ചെയ്യാറ്? ഓക്കെ. അപ്പോ സാധാരണ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ ഒക്കെ തന്നെയാണ്. ഫീവർ ഉണ്ടാവും, പിന്നെ റാപ്പിഡ് ഭയങ്കര ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, ഹൈ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ടെറ്റനസ് മെയിൻ ആയിട്ട് കാണുന്നത്, ടെറ്റനസ് എന്ന് പറയുന്ന ബാക്ടീരിയ മെയിൻ ആയിട്ട് കാണുന്നത് കൗഡങ് ആൻഡ് ഹോസ്ഡങ്ങിലാണ്. ഈ എന്താ പറയാ, കൗഡങ്ങിലും ഹോസ്ഡങ്ങിലും ആണ് ടെറ്റനസിന്റെ ബാക്ടീരിയാസ് കൂടുതലായിട്ട് കാണുന്നത്. നമുക്കറിയാലേ, കുട്ടികളൊക്കെ ഈ പറമ്പിലൊക്കെ പോയി കളിക്കും. നമ്മൾ ചെരുപ്പ് ചപ്പലിടാണ്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല. ചിലപ്പോൾ മുതിർന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പലൊന്നും ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല. പക്ഷെ കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചപ്പലൊക്കെ ഇട്ട്, നല്ല കുട്ടി ഷൂ ഒക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അവർ പറമ്പിലൊക്കെ പോയി കളിക്കുന്ന സമയത്ത് മേ ബി ഷൂവും കാര്യങ്ങളൊക്കെ പുറത്ത് ഊരി വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കളിക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഈ പറമ്പിന്റെ സൈഡിലൊക്കെ ഈ കന്നുകാലിനെ അല്ലെങ്കിൽ പശുവിനെ ഒക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കൊണ്ടുവന്ന് നിർത്താനുള്ള ചാൻസ് ഉണ്ട്. പുല്ല് കഴിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോ ഈ എന്താ പറയാ, കൗടങ്ങും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു മണ്ണ് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആണ്. നമ്മളുടെ കുട്ടികളുടെ കാലിൽ ചെറിയൊരു മുറിവുണ്ട്, ആ ഒരു മണ്ണിൽ ചവിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു നമ്മളറിയാതെ എന്താണ് കൗടങ്ങിലെ ചവിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെ ചവിട്ടാണ് നമ്മുടെ കാലുമ മുറിവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ബാക്ടീരിയ നമ്മുടെ മുറിവിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ചെറിയൊരു മുറിവാണെങ്കിൽ പോലും, നമ്മുടെ കാലുമയ്ക്ക് ചെറിയ മുറിവാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്ത് വിടണം. ഇനി ബാൻഡേജ് അവരോട് പറയണം, ഒരു കാരണവശാലും ഇത് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ പാടില്ല. ഇനി അത്യാവശ്യം മുറിവ് കൂടുതലാണ്, ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറ്റി എന്ന് നോക്കണം. ടിടിയുടെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണ കുട്ടികൾക്ക് നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ടിടിയുടെ വാക്സിൻ എടുക്കാറുണ്ട് അല്ലെ, ടിടിയുടെ വാക്സിൻ എടുക്കാറുണ്ടല്ലോ. അപ്പൊ ഇന്ന വയസ്സിൽ ഇന്ന വാക്സിൻ അപ്പൊ നോക്കാം. ഇനി ഡോക്ടറെ കാണിച്ചിട്ട് പറയാ, കുട്ടി ഇന്ന വയസ്സിൽ ഇന്ന ടൈമിൽ വാക്സിൻ എടുക്കുകയാണ്, ഇനി ടിടിയുടെ വാക്സിൻ എടുക്കണോ, ഇത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ ഡോക്ടറിനോട് ഒരു ബെറ്റർ ഒപ്പീനിയൻ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കൊരു മുറിവ് സംഭവിച്ച കാലമേ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മേ ബി ആ ഒരു മുറിവ് നമ്മൾ അത്ര പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ബാക്ടീരിയ എൻറ്റർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇനി ഞാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, മുറിവിലൂടെയാണ് ഈ ബാക്ടീരിയ ബോഡിയിലേക്ക് എൻറ്റർ ആവുന്നത്. കൗഡങ്ങിലും ഹോസ്ഡങ്ങിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലേ. പിന്നെ ഇൻഡിഫറൻസ് ഇൻ മസിൽസ്, നമുക്ക് മസിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞാല് ആ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താ പറയുക, നമ്മുടെ മസിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിഫറൻസ് ആണ് വരുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ട് മസിൽസും കാര്യങ്ങളും നോക്കി ഇപ്പൊ ഇങ്ങനെ ഇമേജിൽ കാണിക്കുന്ന പോലെയൊക്കെ ആണ് ടെറ്റനസ് പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാല് വ്യക്തികൾ പെരുമാറുന്നത്. ദെൻ പിന്നെ വരുന്നത് ബോഡി പെയിൻ, അതേപോലെ തന്നെ ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിഫിക്കൽറ്റി ബ്രീത്തിങ് കാര്യങ്ങളും ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. ജോ മസിൽസ് ഹോൾഡിങ് യുവർ മൗത്ത് ടൈറ്റ്ലി ക്ലോസ്ഡ്, നമുക്ക് ജോ മസിൽസും കാര്യങ്ങളൊക്കെ ടൈറ്റ്, നമ്മുടെ പറഞ്ഞുള്ള മസിൽസിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. സോ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് വരും. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെറിയ മുറിവുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടിടിയുടെ വാക്സിൻ എടുത്തിരിക്കണം, ഓക്കെ അല്ലേ. അപ്പോ ഏർലി ഇത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു അസുഖം വരാതിരിക്കാനും അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാലോ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് വാക്സിൻസ് എന്ന് പറയുന്നത്. വാക്സിൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കുക. ടിടിയുടെ വാക്സിൻസ് എല്ലാം കുട്ടികൾക്ക് അതാത് ഏജിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വാക്സിൻസും കാര്യങ്ങളും എടുക്കണം. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ
ടോപ്പിക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ലോക്ക് ജോ എന്നൊരു പേരും കൂടി ടെറ്റനസിനുണ്ട്. ലോക്ക് ജോ എന്നൊരു പേരുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിന്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞു. എന്താണ്, ഫീവർ ഉണ്ടാവും, ചേഞ്ചസ് ഇൻ ബ്ലഡ് പ്രഷർ, റെസ്പിറേഷന്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇനിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്, കാലുമ മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് വാഷ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് അത് വാഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്കിന്നും കാര്യങ്ങളും നല്ല സോപ്പൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ അണുക്കളൊന്നും നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാത്ത രീതിയിൽ നല്ല പ്രോപ്പർ ആയിട്ട് അത് വാഷ് ചെയ്ത് ബാൻഡേജ് ചെയ്യാണ് വേണ്ടത്. ഇനി കാലുമ മുറിവ് വീട്ടിൽ വെച്ച് പറ്റിയെന്ന് വിചാരിക്കുക, നമ്മൾ പുറത്തേക്ക് കുട്ടീനെ 2 ദിവസത്തേക്ക് കളിക്കാൻ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്, കാലുമത്തെ മുറിവ് ഒന്ന് ഉണങ്ങട്ടെ, അതൊന്ന് നോർമൽ ആയതിനു ശേഷം മാത്രം പുറത്തേക്ക് കളിക്കാൻ വിടാം. പുറത്തേക്ക് കളിക്കാൻ വിടുമ്പോൾ അവരോട് വാൺ ചെയ്യുക, ബാൻഡേജ് ചെയ്തിട്ടുണ്ട്, അതൊരു കാരണവശാലും റിമൂവ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ചപ്പൽസോ ഷൂസോ കാര്യങ്ങളോ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല, മണ്ണിൽ നടക്കാൻ പാടില്ല, അത് ഇൻഫെക്ഷൻ വരും എന്ന് നമ്മൾ കുട്ടികൾക്ക് വാണിംഗ് കൊടുക്കാം. ഓക്കെ ആണോ? ടെറ്റനസിനെ കുറിച്ചിട്ട് ടെസ്റ്റിലുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വൂഫിംഗ് കഫ് ആൻഡ് ഡിഫ്തീരിയ നല്ല രീതിയിൽ നോക്കിയിട്ട് വന്നോ കേട്ടോ. മേഡം ആദ്യം പറഞ്ഞില്ലേ DPT എന്നുള്ള വാക്സിന്റെ കാര്യം? എന്താണ് DPT എന്ന് പറഞ്ഞ വാക്സിന്റെ കാര്യം പറഞ്ഞില്ലേ? DPT-യുടെ പറഞ്ഞല്ലേ വാക്സിന്റെ കാര്യം? അത് ഞാൻ ബുക്കിന് 2 വയസ്സിൽ എടുക്കണതാണോ അത്? മനസ്സിലായില്ല. DPT എന്ന് പറഞ്ഞ വാക്സിൻ എടുത്തിരുന്ന കാര്യം പറഞ്ഞില്ലേ മേഡം ആദ്യം? ആദ്യം നമ്മള് ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtusisന് കൊടുത്തിരുന്ന വാക്സിൻ ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ എന്റെ മോന്റെ ഇതിൽ കുത്തിവെപ്പിന്റെ ബുക്കിൽ നോക്കി, അപ്പൊ അവൻ എടുത്തേക്കണ DPT ആണ് ബൂസ്റ്റർ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പൊ എടുത്തിട്ടുണ്ടാവും 1.5 മാസത്തിൽ 2.5 മാസത്തിലേക്ക് എടുത്തിട്ടുണ്ടാവും. പക്ഷെ പക്ഷെ അവൻ എത്ര വയസ്സായിപ്പോ? ഇപ്പൊ 5 വയസ്സ്. അതാണ് ഇപ്പൊ 2023 ശേഷമാണ് മാറ്റിയിരിക്കുന്നത്. 2023 ശേഷം ജനിച്ച കുട്ടികൾക്കാണ് നമ്മൾ പെൻഡാവാലന്റ് വാക്സിൻ കൊടുക്കുന്നത്. അവൻ 2020 ആയിരിക്കൂലേ? 20 ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് 23 ശേഷമാണ് പുതിയ വാക്സിനേഷൻ ഷെഡ്യൂളിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ വാക്സിനേഷൻ ഷെഡ്യൂളിൽ മാറ്റങ്ങൾ ഇടയ്ക്ക് വരും. ഇപ്പൊ കൂടുതൽ വാക്സിൻസ് ആഡ് ചെയ്യും, ടൈമിനനുസരിച്ചിട്ടാണ്. ഓക്കെ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? പറഞ്ഞോടാ. സൈൻ ഔട്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ടു ആൾ. എൻ്റെ പേര് മിന്നു. നമുക്കിന്ന് ക്ലാസ് എടുത്തുന്ന അപർണ മിസ് ആയിരുന്നു. വളരെ ഭംഗിയായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പിക്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് മിസ്സിന് ക്ലാസ് എടുത്തു തന്നത്. ക്ലാസ് എടുത്തു തന്ന മിസ്സിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയ ചിൽഡ്രൻസ് ഡേയെ പറ്റി സ്പീച്ച് പറഞ്ഞ മിസ്സിയേക്കും ഞാൻ താങ്ക്സ് പറയുന്നു. അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു മിസ് and thank you all. Thank you all.